ഹായ്, അസ്സലാമു അലൈക്കും. ട്യൂസ്ഡേയിലെ ഓഫ് കഴിഞ്ഞ് വെനസ്ഡേ ഇപ്പം 6 മണിയൊക്കെയായി. ഇത്രയും നേരം ചുമ്മാ കിടപ്പും ഫുഡടിയും ഫോൺ നോട്ടും വീട്ടിലേക്ക് വിളിക്കലും ഒക്കെ ആയിട്ട് അൽഹംദുലില്ലാ അങ്ങനെ കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ കിടന്നിട്ട് കാര്യമില്ല, സമയമൊക്കെ അടുത്തുകൊണ്ടിരിക്കുന്നു. ഡ്യൂട്ടിക്ക് പോകാൻ ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്. ഇനി എല്ലാ വെനസ്ഡേയും ബെഡ്ഷീറ്റ് മാറ്റി റൂമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടു. ഇനി കുളിക്കാനൊക്കെ ഉണ്ട്. കുളിച്ചു, മോയ്സ്ചറൈസറൊക്കെ തേച്ചു, തലമുടിയൊക്കെ ചീകി കെട്ടി. ഇനിയിപ്പോൾ കിച്ചണിലൊന്ന് കയറണം. കിച്ചൺ എല്ലാ തവണയെപ്പോലെയും ഒത്തിരി അൺക്ലീനല്ല, എന്നാൽ അത്ര വലിയ ക്ലീനും അല്ല. ഇന്നിപ്പോൾ ഒത്തിരി കുക്കൊന്നും ചെയ്യാൻ നിൽക്കണില്ല. ഓൾറെഡി രാവിലത്തെ ഉള്ളിക്കറി ഉണ്ട്. അപ്പോൾ അതിലേക്ക് 2 മുട്ട പുഴുങ്ങിയിടണം. ഇക്കേച്ചി വരുമ്പോൾ പൊറോട്ട കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ 2 മുട്ട പുഴുങ്ങാമെന്ന് ഓർത്ത് കിച്ചണിൽ കയറിയതാണ്. പെട്ടെന്ന് കുക്ക് ചെയ്ത് വെളിയിലേക്ക് ഇറങ്ങി. മഗ്‌രിബ് നമസ്കരിച്ചു. അലക്കിയ തുണിയൊക്കെ വിരിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ഉണങ്ങിയ തുണിയൊക്കെ കട്ടിലേക്ക് ഇട്ടിട്ട് അലക്കിയ തുണിയൊക്കെ വിരിച്ചിടണം. നേരത്തെ നനഞ്ഞ തുണിയൊന്നും നമ്മൾ റൂമിൽ വിരിച്ചിടൂല. ഇവിടെ ഇപ്പം ഇങ്ങനെയാണ് വിരിച്ചിടുന്നത്. അതിനുള്ള സൗകര്യമല്ലേ ഉള്ളൂ. അലക്കിയ തുണിയൊക്കെ ഉണങ്ങിയ തുണിയൊക്കെ അടക്കി വെച്ചു. പിന്നെ യാസീനും സൂറത്തുൽ ഫത്തഹും നൈറ്റ് ഡ്യൂട്ടിക്ക് പോണ സമയത്ത് സമയം കിട്ടും ഓതാനായിട്ട്. അതുകൊണ്ട് എന്നും അങ്ങനെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോണതിന് മുമ്പ് ഫത്തഹും യാസീനും ഓതുവാണ്. പിന്നെ ഇശാ നമസ്കരിച്ചു. ഇക്കേച്ചി പൊറോട്ട കൊണ്ടുവന്നു, ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചു. ഇക്കേച്ചി ഓൾറെഡി അയൺ ചെയ്ത് വച്ചേക്കണെയാണ് ഡ്രസ്സ്, പക്ഷേ ഷോള് തേക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഇക്കേച്ചി വന്നപ്പോൾ തന്നെ ഷോള് തേച്ച് തന്നു. എന്താണ് എടുത്ത് തരാത്തതെന്നൊക്കെ ചോദിച്ച് ഇക്കേച്ചി തേക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറുക. പയ്യനെ അത് യൂണിഫോം ഇട്ടു. പിന്നെ തലയൊക്കെ കെട്ടി ലാമയൊക്കെ ഇട്ട് ടാഗൊക്കെ ഇട്ടു. സോക്സ് തിരഞ്ഞിട്ട് സോക്സൊക്കെ ഓൾറെഡി എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു ഇടാനുള്ള പുതിയത്. സോക്സ് ഇട്ടു, ഷൂസ് ഇട്ടു. ഏതാണ്ടൊക്കെ ആലോചനയിലാണ്. പോവാനാവുമ്പോഴേക്കും ചെറിയ ആലോചനകളാണ്. അൽഹംദുലില്ലാ എല്ലാം ഇട്ട് സെറ്റായി. പിന്നെ ഞാൻ എന്നെ തന്നെ നോക്കുവാണ്, എല്ലാം സെറ്റായോ. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രത്യേക പെർഫെക്ഷനാണ്. മൊത്തത്തിൽ എന്നും അതെ പോണതിന് മുമ്പ് ഇങ്ങനൊരു ഫോട്ടോ ഇങ്ങനെ എടുക്കും, എന്നിട്ടാണ് പോണത്. പിന്നെ പോണതിന് മുമ്പ് എന്നും ഫാത്തിഹ ഓതും. പതിവ് പോലെ ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ടാണ് പോവാറ്. റൂമിൻ്റെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. സമയം ഇച്ചിരി വൈകി. ഓൾറെഡി 9:42, 43 റൂം ലോക്ക് ചെയ്തു. കീ ഒന്നും പ്ലേസ് ചെയ്യുന്നിടത്ത് തന്നെ പ്ലേസ് ചെയ്തു. ലോക്ക് ലിഫ്റ്റ് ഓപ്പൺ ചെയ്തു. ലിഫ്റ്റ് എന്നും തിരക്കാണ്, എപ്പോഴും തിരക്കാണ്, ബിസിയാണ്. പക്ഷേ ഇന്നിപ്പോൾ എന്താണോ ഞെക്കിയപ്പോൾ തന്നെ ഓപ്പണായി. വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ തണുപ്പീന്ന് നേരെ ചൂടത്തേക്ക്. ഇച്ചിരി ദൂരമാണ് നടക്കാനുള്ളെങ്കിലും ആ നടന്നെത്തുമ്പോഴേക്ക് ശരിക്കും വേർക്കും. എത്ര നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടും കാര്യമില്ല. കാരണം അതുപോലത്തെ ഒരു ക്ലൈമറ്റാണ്. നമ്മൾ ചൂടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ അനുഭവിച്ചപ്പോഴാണ് ഈ ചൂടിൻ്റെ വ്യാപ്തി എന്തോരം ഉണ്ടെന്ന് മനസ്സിലായത്. പക്ഷെ നമുക്കൊക്കെ ഇതൊക്കെ ടോളറേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ആ ഒരു ഇച്ചിരി നടന്ന് പോണ ടൈമിൽ മാത്രമാണ് ഈ ചൂട് അനുഭവിക്കണുള്ളൂ. ബാക്കി ഫുൾ ടൈം നമ്മൾ AC-യിലാണല്ലോ. ബട്ട് വെളിയിൽ വർക്ക് ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ അവർ കഷ്ടപ്പെടുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടും വെള്ളം കുടിക്കലല്ലാതെ പ്രത്യേകിച്ച് അതിന് വേറൊരു മാർഗ്ഗമില്ല. പക്ഷെ വെള്ളം കുടിക്കാൻ തോന്നുകയില്ല, അത്ര ചൂടൊക്കെ ആണെങ്കിലും. ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, കുഴപ്പമില്ല. ഇപ്പോൾ ഒരു സ്റ്റേഷൻ്റെ അടുത്തേക്ക് എത്തി. ഇതാണ് സ്റ്റേഷൻ. ഇനിയിപ്പോൾ സ്റ്റേഷനിൽ 8 hours അൽഹംദുലില്ലാ ജോലി ചെയ്യാൻ പറ്റട്ടെ എന്ന് ഓർത്ത് അങ്ങോട്ട് കയറുകയാണ്. 8 hours ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി. 6:05 ഡ്യൂട്ടി പഞ്ച് ഔട്ട് ചെയ്ത് ഇറങ്ങിയപ്പോൾ. ഈ സമയത്ത് വലിയ ക്രൗഡൊന്നുമില്ല, എന്നാൽ ഒത്തിരി ചൂടുമില്ല,
തണുപ്പുമില്ല, ഒരു ഓക്കെ ക്ലൈമറ്റ്. എന്നാലും കുഴപ്പമില്ല. നല്ലൊരു അന്തരീക്ഷമാണ് ആ സമയത്ത് നടക്കാൻ. ഇപ്പം ഫ്ലാറ്റിൻ്റെ അടുത്തേക്ക് എത്തി, ലിഫ്റ്റിൽ കയറി, റൂമിൻ്റെ അവിടെ എത്തി. റൂമിൻ്റെ മെയിൻ ഡോറ് ഓപ്പൺ ആയിരുന്നു ഫ്ലാറ്റിൻ്റെ. ഇപ്പം ഞങ്ങളുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ റൂമിൻ്റെ പോണ വഴി. റൂമിൽ മുട്ടി, റൂം തുറന്നു, സുബഹി നമസ്കരിച്ചു. ഇഡ്ഡലിയും പൊറോട്ടയാണ് ഇന്ന് വെളിയിൽ നിന്നാണ് മേടിച്ചത്. അത് ഞാനും ഇക്കേച്ചി സന്തോഷമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ കഴിച്ചു. പിന്നെ കിടക്കാനുള്ള പരിപാടിയാണ്. ഓൾറെഡി 7:45 8 മണി ആവാറായി കിടക്കാനായപ്പോഴേക്കും. ഇക്കേച്ചി പിള്ളേരെ അയച്ചു തന്ന ഫോട്ടോസും ഉമ്മച്ചി വിളിച്ച കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ സ്റ്റേഷനിൽ നടന്ന കാര്യങ്ങളും ഒക്കെ അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അൽഹംദുലില്ലാഹ് ഞങ്ങൾ ഉറങ്ങി. കാരണം എനിക്ക് എഗെയിൻ നൈറ്റ് ഷിഫ്റ്റാണ്. അസ്സലാമു അലൈക്കും. സപ്പോർട്ട് ചെയ്യുക.